السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. ما أرسلناك إلا رحمة للعالمين. സർവലോകർക്കും അനുഗ്രഹീതരായ സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹബ്ബ് വെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അബൂ ത്വാലിബിൻ്റെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെയും വേർപാട് ഖുറൈശികൾ തികച്ചും മുതലെടുത്തു. അവർ തങ്ങൾ നടത്തിവരുന്ന മർദ്ദനമുറകൾക്ക് ശക്തി കൂട്ടി. ഇത് പ്രവാചകരിൽ കൂടുതൽ ദുഃഖവും പ്രയാസവും ഉണ്ടാക്കി. സഹിക്കാനാവുന്നതിനും അപ്പുറമായപ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മാതൃകുടുംബക്കാരുടെ പ്രദേശമായ ത്വാഇഫിലേക്ക് പുറപ്പെട്ടു. നുബുവത്ത് 10-ാം വർഷം ശവ്വാൽ മാസം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ അടിമയായിരുന്ന സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുമൊത്താണ് യാത്ര. എന്നാൽ തൻ്റെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിക്കുന്നതായിരുന്നു അനുഭവങ്ങൾ. 10 ദിവസത്തോളം ത്വാഇഫിൽ കഴിച്ചുകൂട്ടി. ആഗമന ദൗത്യം അവരുടെ മുന്നിൽ വിശദീകരിച്ചു. പക്ഷേ ഒരാൾ പോലും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, അവർ തങ്ങളുടെ നാട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുവാൻ ആവശ്യപ്പെടുകയും പ്രവാചകനെ അസഭ്യം പറയുവാനും കല്ലെടുത്തെറിയുവാനും അങ്ങാടിപ്പിള്ളേരെ സജ്ജരാക്കുകയുമാണ് ചെയ്തത്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്നും രക്തം പൊട്ടിയൊലിക്കുമാറ് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. അവസാനം നിരാശരായി എവിടെ നിന്നും യാത്ര തിരിച്ചു. മടക്കയാത്രയിൽ ഒരാൾ പോലും തന്നെ സഹായിക്കുവാനോ തന്നിൽ വിശ്വസിക്കുവാനോ തയ്യാറാകാത്തതിൽ മനം നൊന്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ക്ഷീണം അധികമായപ്പോൾ റബീഅ റളിയല്ലാഹു അൻഹായുടെ മക്കളായ ഉത്ബത്തിൻ്റെയും ശൈബത്തിൻ്റെയും മുന്തിരിത്തോട്ടത്തിൽ അല്പം വിശ്രമിക്കാനായി കടന്നു ചെന്നു. അവിടെയുണ്ടായിരുന്ന ഒരു മതിലിൽ ചാരിയിരുന്നു. അന്നേരം അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമോടൊപ്പം പർവ്വതങ്ങളുടെ ചുമതലയുള്ള മലക്കിനെ പറഞ്ഞയച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച സമൂഹത്തെ നശിപ്പിക്കുവാൻ അനുവാദം ചോദിച്ചു. ഉടനെ കാരുണ്യത്തിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് അനുവാദം നൽകിയില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്: അള്ളാഹുവേ, ഈ ജനത അവർക്ക് വിവരമില്ലാത്തത് കൊണ്ട് ചെയ്തു പോയതാണ്. അതിനാൽ അവർക്ക് നീ പുറത്തു കൊടുക്കണമേ. അവർക്ക് ജനിക്കുന്ന പിൻതലമുറക്കാരിൽ നിന്നെങ്കിലും ഒരാൾ നിന്നെ മാത്രം ആരാധിക്കുന്നവനായി ഉണ്ടായിരുന്നുവെങ്കിൽ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ലോകത്തിന് കാരുണ്യം പഠിപ്പിച്ച അതുല്യനായ നേതാവാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. മാതാപിതാക്കളോട് ഛേ എന്ന വാക്ക് പോലും പറയരുതെന്ന് പറഞ്ഞ് സ്നേഹം പഠിപ്പിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണം മുന്നിൽ കണ്ടപ്പോഴും ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ച് തൻ്റെ സമുദായത്തെ ഓർത്ത് കരഞ്ഞ പകരം വെക്കാനില്ലാത്ത പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിനെ ശപിക്കരുത്, ഭാര്യയെ നോട്ടം കൊണ്ടുപോലും വേദനിപ്പിക്കരുതെന്ന് പറഞ്ഞ് ദമ്പതിമാർക്കിടയിൽ സ്നേഹത്തിൻ്റെ ദീപശിഖയുമായി വന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിയർപ്പ് പറ്റും മുമ്പ് തൊഴിലാളിക്ക് തൻ്റെ വേതനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച അധ്വാനത്തിൻ്റെ വിലയെറിഞ്ഞ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടത് തൻ്റെ മകൾ ഫാത്തിമയാണെങ്കിലും കൈമുറിക്കണമെന്ന് പഠിപ്പിച്ച ചരിത്രത്തിൽ ഇടം നേടിയ നീതിമാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളുവെളുത്ത സൽമാൻ അൽ ഫാരിസിയെയും കറുകറുത്ത ബിലാലിനെയും ഒരേ നിരയിൽ അണിനിരത്തി വർണ്ണവിവേചനം അരുതെന്ന് ലോകത്തെ പഠിപ്പിച്ച ഒരേയൊരു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തള്ളപ്പക്ഷിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ വേർപെടുത്തരുതെന്ന് പറഞ്ഞ് ജീവിസ്നേഹം പഠിപ്പിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവ് വിശ്വാസിയുടെ സമ്പത്താണ്, അതെവിടെ കണ്ടാലും പൊറുക്കിയെടുക്കണമെന്ന് പഠിപ്പിച്ച വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിച്ച നേതാവ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തുടങ്ങി ഒരുപാട് സവിശേഷതകൾ. കടലിലെ തുള്ളികൾ മഷിയാക്കിയാലും സർവവൃക്ഷങ്ങൾ പേനയാക്കി എഴുതിയാലും തീരാത്ത
ഒരുപാട് പ്രവാചകരുടെ സവിശേഷതകൾ, അവരുടെ പാതകൾ പിൻപറ്റി ജീവിക്കാൻ നാഥൻ തുണയ്ക്കുമാറാവട്ടെ, തൗഫീഖ് നൽകുമാറാവട്ടെ. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.